ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ PSC ഇംഗ്ലീഷിലെ ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഒരു സെക്ഷനാണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് ഒരു റൂള് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അതിൻ്റെ സെക്കൻഡ് റൂളാണ്. ഓക്കെ, കുറേ റൂൾസ് ഉണ്ട്, പക്ഷേ എല്ലാവരും സഹരിച്ച് നിന്ന് ഇന്ന് നമുക്ക് PSC ഇംഗ്ലീഷിൽ നമ്മൾ ഫെഡാഫെഡ് നമുക്കത് തീർത്ത് കളയാം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ്. അത് നമുക്ക് നോക്കാം. If a sentence starts with there, or here, the subject will always be placed after the verb. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതിനാണ് there കൊണ്ടാണോ അതോ here കൊണ്ടാണോ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ആ സബ്ജക്റ്റ് എപ്പോഴും വെർബ് subject will always be placed after the verb. So നമ്മളിപ്പം ശ്രദ്ധിക്കുന്ന ഒരു സെൻറ്റൻസ്, ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഈ സെൻറ്റൻസിനകത്ത് there is a meeting today. there എന്ന് വെച്ചാൽ ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ സബ്ജക്റ്റ് എപ്പോഴും ആ വേർബ് കഴിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് there is a meeting today. നമ്മൾ ഇവിടെ മീറ്റിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ദാറ്റ് ഈസ് അവർ സബ്ജക്റ്റ്. ഓക്കെ, സോ മീറ്റിംഗ് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വേർബ് വന്നിരിക്കുന്നത്, ഒരു സിംഗുലർ വേർബാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ അനദർ എക്സാമ്പിൾ. ഓക്കെ, ഹിയർ ഞാൻ പഠിച്ചല്ലോ, നമ്മൾ പഠിച്ചല്ലോ ഹിയർ ദ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഹിയർ അല്ലെങ്കിൽ there ആണെങ്കിൽ നമ്മൾ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ സബ്ജക്റ്റ് മാത്രം നോക്കിയാൽ മതി. അതെപ്പോഴും വേർബിൻ്റെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഹിയർ ആർ ദ റിസൾട്ട്സ് ഫ്രം ദ പാസ്റ്റ് മന്ത്. ഹിയർ ആർ ദ റിസൾട്ട്സ്. അപ്പോൾ റിസൾട്ട്സ് അല്ലേ നമ്മുടെ സബ്ജക്റ്റ് വരിക. അപ്പോൾ റിസൾട്ട്സ് നമ്മുടെ പ്ലൂറൽ ആണോ അതോ സിംഗുലർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. റിസൾട്ട്സ് നമ്മുടെ പ്ലൂറൽ ആണ്, അപ്പോൾ എന്താ വരിക? വേർബ് ആറ് തന്നെയാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഒരു പുതിയ ഒരു റൂളാണ്. കാരണം മിക്കവാറും ഹിയറും ദെയറും നമ്മൾ വെക്കുമ്പം ചിലർ നമ്മൾ ദെയറും ഹിയറും വെക്കുമ്പോൾ നമ്മൾ ഇസോ ആറോ നമ്മൾ തോന്നിയ പോലെ വെക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇതിന് പ്രത്യേകിച്ചൊരു റൂള് തന്നെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു റൂളാണ്. അത് നല്ലൊരു റൂളാണ്. ക്ലാസ്സിൽ ഞാൻ പണ്ടൊക്കെ 10th 11th ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ ടീച്ചേഴ്സ് കുറേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്സിനകത്തൊക്കെ കുറേ ഇങ്ങനെ സബ്ജക്റ്റ് വേർബിൻ്റെ എഗ്രിമെൻ്റ് ഒക്കെ റൂൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ PSCയിലോട്ട് കയറുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി നേരിടാൻ ഒരു മത്സരത്തോടെ പഠിക്കുവാണെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് പറയുക? സബ്ജക്ട്സ് ക്യാൻ കം ആഫ്റ്റർ ദ വേർബ് ഇൻ ക്വസ്റ്റ്യൻ. ഓക്കെ, so subjects can come after the verb in question. Okay, so does Betty always play with dolls? Betty എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണ്, അത് ഡോൾ ആണ് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് വേർബാണ് വരുന്നത്, ഡസും വരുന്നുണ്ട് പ്ലേയും വരുന്നു. പക്ഷേ ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രം നമ്മൾ അവിടെ ബെറ്റീനെ മാത്രം ശ്രദ്ധിക്കണോ? അല്ല, ഇവിടെ ബെറ്റീനെ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡോൾസിനെയും കൂടെ ശ്രദ്ധിക്കണം. കാരണം ഡോൾസ് പ്ലൂറൽ ആണ്. ഓക്കെ, സോ വെൻ ദ പ്ലൂറൽ നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഓൾവേസ് യൂസ് ഇറ്റ് വിത്ത് എ ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഡസ് ബെറ്റി ഓൾവേസ് പ്ലേ വിത്ത് ഡോൾസ്. അപ്പോൾ ശ്രദ്ധിക്കുന്ന വേർഡ് നമ്മുടെ ഇവിടെ ഡോൾസ് ആണ്. ഓക്കെ, സോ ഡോൾസ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ പ്ലേ വെച്ചേക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ്. How are the Bosco sticks today? Okay, Bosco sticks is a major ഒരു പ്ലൂറൽ ആണ്. ഓക്കെ, ഒരു ബോസ്കോ സ്റ്റിക്സ് തന്നെ കൂടുതലാകുമ്പോൾ നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്, അതിൻ്റെ വേർബും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്ലൂറലായി ഇരിക്കണം. സോ ദ പ്ലൂറൽ ഈസ് how are the Bosco sticks today? ഓക്കെ, ഇത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഒരു റൂളാണ്. ഓക്കെ, if the subject are joined by and, they typically require a plural verb. Okay, so ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പിൾ സെൻറ്റൻസ് എടുത്താൽ I and my friend are working today. ഇപ്പോൾ ഈ സെൻറ്റൻസിനകത്ത് ഐയും ഉണ്ട് മൈ ഫ്രണ്ടും ഉണ്ട്. ഇത് രണ്ടും കൂടെ സെൻറ്റൻസിൻ്റെ കൂട്ടത്തിൽ ആൻഡ് വെക്കുമ്പോഴാണ് അത് പ്ലൂറലായി മാറുക. So that is why I kept I and my friends
are working today. Similarly, look at the example. The puppy, ഒരു one subject, and the lady, the second subject. ഇത് രണ്ടും കൂടെ യോജിക്കുമ്പോൾ നമ്മുടെ പ്ലൂറൽ ആണ് അവിടെ verb വരിക. That is our friends. So let's read once again. The puppy and the lady are friends. Did you understand? I hope you're doing well. So let's move on and look at one question. So we have already did this question. Let's look at another one. Yes. Each dash a torch. Okay. So ഈ ക്വസ്റ്റ്യനിൽ ഒരു നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധിക്കുന്ന റൂളാണ്. ഇത് ഞാൻ പഠിപ്പിച്ചില്ലായിരുന്നു, പക്ഷെ ഞാൻ എന്നാലും ഞാൻ പറയുവാണ്. ഈച്ച് എന്ന് വെച്ചാൽ ഒരു ഏതെങ്കിലും സെൻറ്റൻസിൽ നമ്മൾ ഈച്ചോ അല്ലെങ്കിൽ ഈതറോ വെക്കുവാണെങ്കിൽ ദ സെൻറ്റൻസ് വിൽ ഓൾവേസ് ബി സിംഗുലർ. സോ സിമിലർലി ഇതിൻ്റെ ആൻസർ പറയാമല്ലോ. എന്താണ്? Each dash a torch. Okay. So the first example is given has, which is singular. Second is were having. Some another tense. Third is are having. And fourth is have. So which one you think? I told you each, if in any sentence it is followed by each or either, the sentence will always be singular verb. So that means the first answer will be each dash a torch. That will be each has a torch. Okay? Each has a torch. The first one, each has a torch. Okay? So this question is dealt. Okay. Now we have some more questions. ഇതിനകത്ത് ഞാൻ പഠിപ്പിച്ച ഇപ്പൊ പഠിപ്പിച്ച ഒരു സെന്റൻസ് ഉണ്ട്, നമുക്കത് നോക്കാം. Okay? Let's look at that sentence. And her brothers dash at school. So I told you ഏതെങ്കിലും സെന്റൻസിൽ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് ആനിയാണ്, സെക്കൻഡ് സബ്ജക്റ്റ് നമ്മുടെ her brothers ആണ്, അതിൻ്റെ ഇടയ്ക്കാണ് and. So whenever any two subjects are joined together by and, the verb will be plural. So that means the answer would be is or are. The answer is are. So Annie and her brothers are at school. Okay. So I think today's lesson you understood very well. ഇന്നത്തെ റൂള് നിങ്ങൾ പഠിച്ചു കാണും. സോ ഇനി നമ്മൾ അടുത്ത റൂള് നെക്സ്റ്റ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സോ ടിൽ ദെൻ വിൽ മീറ്റ് യു. Okay? Bye-bye.